ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത കുറേ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച. വീഡിയോ കണ്ട കാര്യം പിടികിട്ടിയവർക്ക് ഇതാണോ ഇപ്പോൾ ഇത്ര വെറൈറ്റി അനുഭവം എന്ന് തോന്നാം. ബട്ട് ഫോർ മീ 24 വർഷത്തിനിടയ്ക്ക് ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് അനുഭവിക്കുകയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതും ക്യാനുല കുത്തുന്നതും ഇഞ്ചക്ഷൻ വെക്കുന്നതും സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനിടയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്തു. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു വാട്ട് ഐ ഏറ്റ് അറ്റ് ഹോസ്പിറ്റൽ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികം. എനർജി ബൂസ്റ്റിംഗ് അത് നിർബന്ധമാണല്ലോ അല്ലേ? ഹെൽത്തി ഐറ്റംസ് കഴിച്ചിട്ടാണോ എനർജി ബൂസ്റ്റ് ചെയ്യണമെന്നൊന്നും ചോദിക്കരുത്. തെളിച്ച വഴിയെ പോണില്ലെങ്കിൽ പോണ വഴിയെ തെളിക്കാന്ന് കേട്ടിട്ടില്ലേ? കഴിക്കേണ്ടത് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്നത് കഴിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന എനർജി ഇടയ്ക്കിടയ്ക്ക് കളയാനായിട്ട് ഇവരിങ്ങനെ വരും. ആ സമയത്ത് ലിറ്ററലി മൈ മൈൻഡ് ബി ലൈക്ക് പിന്നെ എല്ലാം നല്ലതിനാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ധൈര്യമൊക്കെ അങ്ങോട്ട് വരും. നമ്മളുണ്ടായിരുന്നത് നിലമ്പൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. നമ്മുടെ ഗുളുവൊക്കെ അവിടെയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗുളു പറയുന്ന പോലെ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന പൊതിച്ചോറ് തുറക്കുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റ് റിയലായിരുന്നു കേട്ടോ. ഓരോ കവറിലും വ്യത്യസ്തമായ കറികളും കൂട്ടാനുമുള്ള പൊതികൾ. ഉച്ചയ്ക്ക് കിട്ടുന്ന ഫുഡും വളരെ നല്ലതായിരുന്നു കേട്ടോ. ടേസ്റ്റും ഉണ്ടായിരുന്നു, ചൂടിൽ ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ രാവിലെ വൈകുന്നേരങ്ങളിലായിട്ട് കഞ്ഞിയാണ് കൊടുക്കുന്നതെന്ന് കേട്ടു. നമ്മളത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു ചായ ലവേഴ്സ് ആയതുകൊണ്ട് ചായ നമ്മൾ സെപ്പറേറ്റ് വാങ്ങലായിരുന്നു കേട്ടോ. അപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ എന്തെങ്കിലും കഴിച്ചാൽ വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കണമെങ്കിൽ എന്തെങ്കിലും കഴിക്കണം. ഈ ഒരു ലൂപ്പിൽ പെട്ടിരിക്കായിരുന്നു ഞാൻ. ക്ലോറിൻ ചേർത്ത വെള്ളമായതുകൊണ്ട് തീരെയും കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്കവിടെ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയ ഒരു കാര്യം അവിടുത്തെ ഹൈജീനായിരുന്നു കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു മിനിമം ധാരണയുണ്ടാവും അവിടുത്തെ ഹൈജീനെ പറ്റിയൊക്കെ. പക്ഷേ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇതിപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന ഡേ ആണ് കേട്ടോ. ഫൈനലി ക്യാനുലൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനം. അങ്ങനെ 5 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം ഇന്ദുചൂടൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇത് ഈ ഒരു വ്യത്യസ്തമായ ആദ്യ അനുഭവത്തിൻ്റെ ഓർമ്മക്കായി എടുത്ത വ്ളോഗാണ്. ഈ ഒരു അനുഭവം അവസാനത്തേതും കൂടി ആവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വ്ളോഗുകളൊക്കെ, അതായത് റിക്കവറി വ്ളോഗൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷയോടെ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. ആൻഡ് മറ്റൊരു വ്ളോഗുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.